ഹായ്, വീണ്ടും നമ്മളൊരു സെറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ, ഇവാലുവേറ്റ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്തി രാജ്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ സവിശേഷതകൾ വിശദീകരിക്കുക, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിലയിരുത്തുക. ഇത് നമ്മൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളും 8 മാർക്കിന് കാണാറുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ടോപ്പിക്ക് വിട്ട് എക്സാം ഹാളിലേക്ക് പോകാൻ പാടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത് എന്നുള്ളതും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചില്ല, അതായത് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഇതിനൊരു എ പാർട്ട് ഉണ്ട്, ബി പാർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും, എ പാർട്ടിന് ഒരു മാർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ബി പാർട്ടിന് ഒരു മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് 2 പാർട്ടിൽ നിന്നും നിങ്ങൾ വേണ്ട ഉത്തരം എന്താണോ അത് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ്, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സവിശേഷതകൾ ആയതുകൊണ്ട് തന്നെ എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, എന്താണ് അതിന്റെ മീനിങ്, അപ്പോൾ എന്ന് മുതലാണ് അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എ പാർട്ടിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. സോ അത് എന്താണ്, ഗവേൺഡ് ബൈ 5 പീപ്പിൾ, നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, 5 പേരടങ്ങുന്ന ഇതാണ്, അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ നമ്മൾ അതിന്റെ പേരിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തി രാജ് സിസ്റ്റം അത് എപ്പോഴാണ് വന്നിട്ടുള്ളത്, അത് 1992 ഏത് വഴിയാണ്, 73rd അമെൻമെന്റ് വഴിയാണ് ഇവിടെ അത് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ദിസ് പ്രൊവൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ടു ദി പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു ആക്ട് തന്നെയാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി നൽകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് അഥവാ ഒരു ഭരണഘടനാ പദവി നൽകുന്നതും ഈ ഒരു അമെൻമെന്റിൽ തന്നെയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് എഴുതണം. പിന്നെന്താണ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇങ്ങനെ ഒരു 3 ടയർ സിസ്റ്റം എന്തിനുണ്ട്, നമ്മളെ പഞ്ചായത്തുകൾക്ക് ഉണ്ട് എന്നുള്ളത് വിശദീകരിച്ച് പറയണം. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഭേദഗതി നിങ്ങളോട് മാറിപ്പോകരുത്, വർഷം മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇത് പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് PRIs, അതായത് ഭരണഘടനാപരമായിട്ടുള്ള എന്ത് നൽകി, പദവി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. പിന്നെ ഇത്തരം സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ്, 5 വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ടും തിരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ്, ഒരു ഇലക്റ്റഡ് ബൈ 5 ഇയേഴ്സ്, എല്ലാ 5 വർഷം കൂടുമ്പോഴും കൃത്യമായിട്ട് എന്ത് നടത്തണം, ഇലക്ഷൻ നടത്തണം എന്നൊക്കെ എന്താണ് ഇതിന്റെ സവിശേഷതകളിൽ പെട്ടതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാനുള്ളത് ഉറപ്പായിട്ടും ഇതിന്റെ സംവരണങ്ങളെ കുറിച്ച് ചേർക്കണം. സ്ത്രീകൾക്കുള്ള സംവരണം 33% സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള നമ്മളുടെ ഇത്തരം സംവരണ വിഭാഗങ്ങളെ കുറിച്ചും എത്ര ശതമാനമാണ് അവർക്ക് നൽകിയിട്ടുള്ള സംവരണം എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഞ്ചായത്ത് രാജിന്റെ സവിശേഷതയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൂട്ടത്തിൽ ഈ ഒരു എ പാർട്ടിൽ നിങ്ങൾക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മളെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. ബി പാർട്ട് ക്വസ്റ്റ്യനിൽ വരുന്നത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ്. ഇതും ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. കൃത്യമായിട്ട് ഏതൊക്കെയാണ് അതിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് പ്ലാൻസ് ആൻഡ് സ്കീംസ്, എക്കണോമിക് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള, അതായത് സാമ്പത്തിക പുരോഗതിക്കായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ആൻഡ് പ്രൊമോട്ട് സ്കീംസ് ടു എൻഹാൻസ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് സാമൂഹിക നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിന് സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ലെവി ആൻഡ് കളക്ട് ടാക്സസ്, ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ്, അതായത് നികുതികൾ, തീരുവകൾ, ഫീസുകൾ ഇവയൊക്കെ ചുമത്തുക അല്ലെങ്കിൽ പിരിച്ചെടുക്കുക, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, ഇതൊക്കെ പഞ്ചായത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഗവൺമെന്റ് പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും കൈമാറ്റം ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ആരാണ്, പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ്, അതിന്റെ റോളാണത്. മാത്രമല്ല പ്രത്യേകിച്ച് പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം കൈമാറുന്നതൊക്കെ, പ്രാദേശിക തലത്തിലുള്ള അധികാരികൾക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈമാറുന്നത് പഞ്ചായത്തിന് എന്തുണ്ട്, കൃത്യമായിട്ട് ഫണ്ടുകളുണ്ട്. അപ്പൊ ഇതൊക്കെ വിനിയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആരാണ്, അതൊക്കെ ഈ ഒരു പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം സ്കൂളുകളുണ്ട്, അതുപോലെ കിണറുകളുണ്ട്, പഞ്ചായത്ത് റോഡുകളുണ്ട്. ഇതിനൊക്കെ വേണ്ട പണം അധികാരികളിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അത് ചെലവഴിക്കുന്നത്, അത് താഴെ തട്ടിലേക്ക് എത്തിക്കുന്നത് ആരാണ്, അത് പഞ്ചായത്തുകളാണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് റോൾസും റെസ്പോൺസിബിലിറ്റീസും ആർക്കുണ്ട്, പഞ്ചായത്തി രാജിനുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ത്രിതല പഞ്ചായത്താണ്, 3 ടയർ സിസ്റ്റമാണ് പഞ്ചായത്തിനുള്ളത്. എല്ലാ 5 വർഷം കഴിയുമ്പോഴും അവിടെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. കൂടെ തന്നെ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. എന്തൊക്കെയാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് കൃത്യമായിട്ട് എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടോ അത്രയും എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇത് വിട്ടുപോകരുത്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ പ്രിന്റ് മീഡിയ.
അതായത് നമ്മളുടെ ഇന്ത്യൻ അച്ചടി മാധ്യമ രംഗത്ത് ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് ഒരുപാട് വർഷത്തെ പേപ്പറുകളിൽ 6 മാർക്ക് 8 മാർക്ക് എന്നിവയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. അച്ചടി മാധ്യമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഷുവർ ക്വസ്റ്റൻ ആണ്. കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് പ്രിന്റ് മീഡിയയിൽ, ഇന്ത്യയിലെ പ്രിന്റ് മീഡിയയിൽ കൊണ്ടുവന്നിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതം കൊണ്ടുവന്നിട്ടുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ അച്ചടി മാധ്യമ രംഗത്തെ ആഗോളവൽക്കരണം എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്കറിയാം നഗരങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ള ആളുകൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ ആ ഒരു ഭാഗമൊക്കെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, മിക്ക ആളുകളും നഗരങ്ങളിലേക്ക് കുടിയേറുകയുണ്ടായി. അങ്ങനെ നഗരങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, അത്തരത്തിലുള്ള സാക്ഷരരായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ഇന്ത്യയിലെ ഭാഷാപത്രങ്ങളുടെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ലിറ്ററേറ്റ് പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ടു സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം കൂടിയതിനാൽ ഇന്ത്യയിൽ ഭാഷാപത്രങ്ങളുടെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണത്? ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രാദേശിക വാർത്തകളുടെ ആവശ്യമായിരുന്നു. അതായത് നീഡ് ഫോർ ലോക്കൽ ന്യൂസ്. ലോക്കൽ ന്യൂസിന്റെ ആവശ്യം ആർക്ക് വന്നു? ഇത്തരം ആളുകൾക്ക് വന്നു. പ്രാദേശിക വാർത്തകളുടെ ആവശ്യം ഇത്തരത്തിൽ നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കും ഓരോ പ്രദേശത്തിന്റെയും വാർത്തകൾ അറിയേണ്ട ആവശ്യം വന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്, അവര് മിക്ക ആളുകളും ആശ്രയിച്ചിരുന്നത് പത്രമാധ്യമങ്ങളായിരുന്നു, പ്രിന്റ് മീഡിയ ആയിരുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷന് കൊണ്ട് എന്തൊക്കെയാണ്, ചോദ്യം എന്താണ്, എന്തൊക്കെയാണ് സ്വാധീനം കൊണ്ടുവരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഗ്ലോബലൈസേഷൻ എന്തൊക്കെ സ്വാധീനമാണ് അച്ചടി മാധ്യമങ്ങളിൽ കൊണ്ടുവരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്റർനെറ്റ് വന്നു, ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങൾ, മറ്റു രീതിയിലുള്ള ഒരുപാട് ബഹുജന മാസ് മീഡിയകളൊക്കെ ഇവിടെ വന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ എന്ത് കുറഞ്ഞിട്ടില്ല, അച്ചടി മാധ്യമത്തിന്റെ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല. കാരണം നൂതന പ്രിന്റിംഗ് സാങ്കേതിക വിദ്യകളൊക്കെ അവർ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു. പത്രമാധ്യമ രംഗത്തേക്ക് ഒരുപാട് സ്പോൺസേഴ്സ് വന്നതോടുകൂടി തന്നെ അതിന്റെ പ്രിന്റിങ്ങിനുള്ള രീതിയൊക്കെ മാറി. അതായത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അച്ചടി മാധ്യമ രംഗം ഉപയോഗിച്ചിരുന്നത്, അവർ ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്ലോബലൈസേഷൻ എഫക്റ്റ് ഒന്നും ഇവിടെ ബാധിച്ചിട്ടില്ല, ഇന്ത്യയിലെ അച്ചടി മാധ്യമ രംഗത്ത് ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് അവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ, അതിന് നിങ്ങൾ പ്രധാനമായിട്ട് പറയേണ്ടത് നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, പിന്നെ സാക്ഷരരായിട്ടുള്ള ആളുകളുടെ കുടിയേറ്റം, നഗരപ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം, അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള വാർത്തകളുടെ ആവശ്യം, ഇതൊക്കെയാണ് ഇന്ത്യയിലെ അച്ചടി മാധ്യമ രംഗത്തെ ഇപ്പോഴും എന്തായിട്ട് നിലനിർത്തുന്നത്, സജീവമായിട്ട് നിലനിർത്തുന്നത്. പിന്നെ എന്താണ്, അവർക്ക് ഒരുപാട് സ്പോൺസർഷിപ്പുകളൊക്കെ വന്നു അല്ലെ. അതായത് അച്ചടി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പരസ്യങ്ങൾ വരുന്നുണ്ട്, സ്പോൺസർഷിപ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അത് വളരെ സജീവമായിട്ട് ഇന്നും നമ്മളുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ പ്രാദേശിക പതിപ്പുകൾ, പേപ്പറുകളുടെ പ്രചാരം വർദ്ധിച്ചു. ആൻഡ് സാറ്റിസ്ഫൈയിങ് ടേസ്റ്റ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ, പ്രായമായവർ, യുവാക്കൾ, അതുപോലെ തന്നെ അങ്ങനെ വിവിധ ഭാഗങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് എന്ത് ചെയ്തു, ഇത്തരം അച്ചടി മാധ്യമങ്ങൾ വന്നു. അതായത് ഇപ്പോൾ പ്രായമായ ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്കുള്ള പങ്ക്തികൾ, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, പിന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എവിടെ കിട്ടാൻ തുടങ്ങി, നമുക്ക് ഇത്തരം അച്ചടി മാധ്യമ രംഗത്ത് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെങ്ങനെയാണ് ഇത്തരത്തിൽ ആളുകളുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിന്റെ രീതികൾ മാറ്റാൻ അവരെ സഹായിക്കുന്നത് എന്താണ്, അത് സർവേയും ഗവേഷണവുമാണ്. കൃത്യമായിട്ട് സർവേയും ഗവേഷണ രീതികളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആളുകളുടെ അഭിരുചി മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രിന്റ് മീഡിയയുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഓക്കെ, അടുത്തതും നമ്മുടെ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് മാസ് മീഡിയ? വൈ സർട്ടൻ മീഡിയസ് ആർ റെഫേർഡ് ആസ് മാസ് മീഡിയ? എങ്ങനെയാണ് ചില മാധ്യമങ്ങളെ ബഹുജന മാധ്യമങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മാസ് മീഡിയ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനെ മാസ് മീഡിയ എന്ന് വിളിക്കുന്നത് തന്നെ ഒരു മാസ് ഓഡിയൻസിലേക്ക്, അതായത് ഒന്നിലധികം ആളുകളിലേക്ക് അത് എത്തിക്കുന്നത് കൊണ്ടാണ്. വളരെയധികം ആളുകളിലേക്ക് അവർ കണ്ടന്റ് എത്തിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അതിനെ മാസ് മീഡിയ അല്ലെങ്കിൽ ബഹുജന മാധ്യമം എന്ന് പറയുന്നത്. TV, റേഡിയോ, ന്യൂസ് പേപ്പർ, ഇവയൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഇവയൊക്കെ മാസ് മീഡിയയ്ക്ക് ഉദാഹരണങ്ങളാണ്, മറന്നു പോരുത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഡിഫറെന്റ് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ജാതി അധിഷ്ഠിത പ്രസ്ഥാനങ്ങളുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും വിശദീകരിക്കാനുള്ളതാണ്. എന്തൊക്കെയാണ് ജാതി അധിഷ്ഠിത പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ ദളിതരുടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ, ഇവരുടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടിരുന്നത് ചില കാര്യങ്ങളായിരുന്നു. ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ഫെലോ ഹ്യൂമൻ ബീങ്സ്, അതായത് സഹജീവികളായി അംഗീകരിക്കപ്പെടാനുള്ള പോരാട്ടമായിരുന്നു. മാത്രമല്ല സ്ട്രഗിൾസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സ്പേസ് ഫോർ സെൽഫ് ഡിറ്റർമിനേഷൻ, ആത്മവിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ സ്വയം നിർണയത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഇടം കൂടിയായിരുന്നു, അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ഇത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഫോർ അബോളിഷിംഗ് സ്റ്റിഗ്മ
stigma of untouchability, it can be called struggle to be touched. അതായത് തൊട്ടുകൂടായ്മ എന്ന കളങ്കം ഇല്ലാത്ത, അതായത് തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റിഗ്മ, സോഷ്യൽ സ്റ്റിഗ്മ ഇല്ലാതാക്കാനുള്ള സമരം കൂടിയായിരുന്നു ദളിറ്റ്സിന്റെ സമരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ തൊടാനുള്ള സമരം, അതായത് അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇവരുടെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് അവരുടെ ഇത്തരം ദളിതരുടെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒരുപാട് ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇത് പല രീതിയിൽ ലിബറലൈസേഷന്റെ കാര്യങ്ങൾ, സവിശേഷതകൾ ചോദിക്കാം. അതിനുശേഷം എന്തൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന്റെ വിവിധ മാനങ്ങൾ, സാമ്പത്തിക മാനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഗ്ലോബലൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ ലിബറലൈസേഷൻ എന്താണെന്ന് ചോദിച്ച് ഷോർട്ട് എസ്സേ 6 മാർക്ക് 5 മാർക്കിനൊക്കെ ഇതും ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിൽ ദ ചേഞ്ചസ് ഇൻ എക്കണോമിക് പോളിസി ഇൻ 1991 ടേംഡ് ആസ് ലിബറലൈസേഷൻ പോളിസി. 1991 എക്കണോമിക് പോളിസിയിൽ ഉണ്ടായിരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിബറലൈസേഷൻ പോളിസി എന്നറിയപ്പെട്ടിരുന്നത്. സിൻസ് 1991 ടു ഓപ്പൺ അപ്പ് ഇന്ത്യൻ എക്കണോമി ടു ദി വേൾഡ് മാർക്കറ്റ്. 91 മുതൽ എന്താ ഉണ്ടായത്, ഇന്ത്യൻ എക്കണോമി എങ്ങോട്ടേക്ക് തുറന്നു വെക്കപ്പെട്ടു, അത് വേൾഡ് മാർക്കറ്റിലേക്ക്, ആഗോള മാർക്കറ്റിലേക്ക് അത് തുറന്നു വെക്കപ്പെട്ടു. ആൻഡ് ദിസ് മാർക്ക്ഡ് എ ബ്രേക്ക് വിത്ത് ഏർലിയർ stated policy and government to give greater control over the economy. അപ്പൊ ഇതാണ് പിന്നീട് എന്താണ്, ഒരു ഗവൺമെന്റിന്റെ കൺട്രോളൊക്കെ അതിൽ നിന്നും എടുത്തു മാറ്റുകയും അതുപോലെ തന്നെ ഇത് വേൾഡ് മാർക്കറ്റിലേക്ക്, ആഗോളതലത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ തുറന്നു വെക്കാനും ഇവർക്ക് ഇതിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് 91 മുതലാണ് സമ്പദ് വ്യവസ്ഥയെ ലോകവിപണിയിലേക്ക് തുറന്നു കൊടുക്കുന്നതിന് ഇന്ത്യൻ ഭരണകൂടം എടുത്ത നയപരമായ തീരുമാനമായിരുന്നു എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഉദാരവൽക്കരണം, ഓക്കെ, ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് എടുത്തൊരു നയപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത് മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയുടെ മേൽ കൂടുതൽ നിയന്ത്രണം നേടാനുള്ള സർക്കാരിന്റെ മുൻ നയങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് എന്നുള്ളതും ഇതിന്റെ സവിശേഷതയാണ്. ഇനി ആഗോളവൽക്കരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള പാരസ്പര്യ ബന്ധങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതായത് പരസ്പരം രാജ്യങ്ങളെ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു ഇവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്. ആഗോള തരത്തിലുള്ള പരസ്പര ബന്ധങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ആശയങ്ങൾ, മൂലധനം, ചരക്കുകൾ, ദേശീയ അതിർത്തികൾക്കപ്പുറമുള്ള ആളുകൾ എന്നിവയുടെ ഒഴുക്കിനെ നമുക്ക് എന്ത് പറയാം, ആഗോളവൽക്കരണം എന്ന് പറയാം. അതായത് ഗ്ലോബലൈസേഷൻ ഇൻവോൾവ് വിത്ത് ഗ്ലോബൽ ഇന്റർ കണക്ഷൻസ് ആൻഡ് ദ ഫ്ലോ of ideas, capital, commodities and people beyond the national boundaries is generally called as globalization. അതായത് നാഷണൽ ബൗണ്ടറി കഴിഞ്ഞ്, രാജ്യത്തിന്റെ അതിർത്തി കഴിഞ്ഞ് ആളുകൾ പോകുന്നു, ആളുകളുടെ ഐഡിയകൾ പോകുന്നു, സമ്പത്ത് പോകുന്നു, ഉൽപ്പന്നങ്ങൾ പോകുന്നു. ഇതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് പറയുന്നത്, ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും എന്താന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്തൊരു ചോദ്യം വൺ വേർഡ് ചോദ്യമാണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. ആരാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ആശയം വികസിപ്പിച്ചത്? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആരാണത്? FW ടൈലർ ആണ്, ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ് ഈ ഒരു ശാസ്ത്രീയ മാനേജ്മെന്റ് അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ആശയം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക, എന്നിട്ട് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ബൈ.